വോയിസ് ഒന്നും അല്ല, ജീവനുള്ള വീഡിയോ തന്നെ ഞങ്ങളെ കയ്യിൽ റെഡിയാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഞങ്ങളുടെ സംഘത്തെ ആക്രമിക്കാനും കൊല്ലാനും അതുപോലെ തന്നെ ഈ രൂപത്തിൽ നിങ്ങള് ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്ന വീഡിയോ അടക്കം ഞങ്ങൾ എന്താ അത് വിടാത്തെന്നറിയോ? ഞങ്ങളെ മശായിഖുമാർ അവരുടെ റഹ്മത്ത് കൊണ്ട് ഇതൊക്കെ വിടുമ്പോ സമൂഹത്തിന് ഒരു പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരൊറ്റ പോയിന്റിലാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നത് കേട്ടോ. അതിലൊരൊറ്റ ഒന്ന് ഞങ്ങൾ പുറത്തു വിട്ടാൽ നിങ്ങളെ മനുഷ്യർക്കൊപ്പം ഉണ്ടാവില്ല, മൃഗങ്ങൾക്കൊപ്പം എന്ന് പോലും പറയാൻ നിങ്ങൾക്കാവില്ല. AP-കാരാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് AP-കാര് ഇവിടെ രഹസ്യമായിട്ട് ഇവരെ കുരുവട്ടൂരികളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗൂഢമായിട്ടുള്ള പല രഹസ്യ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ രഹസ്യങ്ങളും ജോഷായിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇനി ഓനക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ടെസ്റ്റ് ഡോസ് ആണ്, വല്ലാണ്ട് കളിക്കണ്ടെന്നോ പറയുന്നുണ്ട്. അത്രയും മതപ്പതിച്ച ടീമാണ് നിങ്ങൾ എന്നത് ആ രേഖകൾ തന്നെ. അപ്പൊ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയി തന്നതാ. വേണ്ടി വന്നാൽ വീഡിയോ തന്നെ വരും, ഇതാണ് ശരിയാവും. അതുകൊണ്ട് വല്ലാതെ എന്ത് ചെയ്യണ്ട, കയറി കളിക്കണ്ട. കേസ് കൊടുക്കാനും ഞങ്ങളുടെ പ്രവർത്തകരെ മാത്രമല്ല ഞങ്ങളുടെ മശായിഖുമാർക്കെതിരിൽ കള്ളക്കേസ് കൊടുക്കാനും അവരെ കൊടുക്കാനും അവർക്കെതിരെ ഗൂഢാലോചന നടത്താനും ആ രൂപത്തിലുള്ള ഗൂഢതന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മുഴുവനും ഞങ്ങൾ വലിച്ചു പുറത്തിടും, യാതൊരു സംശയവും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെടുത്തത് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ ചെറിയ ചെറിയ സാധനങ്ങളാ ഈ ചാറ്റൊക്കെ. അപ്പോഴേക്ക് എന്തൊക്കെ ഇടങ്ങാറങ്ങളായത്. ഇന്നലെയും മിനിയാതുമായി ആയിരക്കണക്കിന് ഫോണുകളായിരിക്കും വന്നത്. ഒരാൾ ചോദിച്ചു എന്തും തരാം, നിങ്ങൾ അതൊന്ന് പിൻവലിക്കോ? ഞാൻ പറഞ്ഞു പിൻവലിച്ചിട്ട് എന്താ കാര്യം, എല്ലായിടത്തും എത്തിയില്ലേ? പിൻവലിക്കാനാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഓഫറിൽ വീഴുന്നവരാണോ ഞങ്ങൾ? അതല്ല, ഓഫറിൽ ഒരിക്കലും നൗഷാദ് വെക്കൂല, അതുകൊണ്ട് പിൻവലിക്കൂല. പിൻവലിക്കാൻ പൈസ വരെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നൗഷാദ് അത്രക്കാരനല്ല. ഒരിക്കലും ഓഫർ വെക്കൂല. കരളക്കാരാ ഓഫറിൽ ഒരിക്കലും നൗഷാദ് വെക്കൂല. ഫസ്റ്റിലെ ആ വീഡിയോയിൽ ഒരു ആരോപണം നടത്തിയില്ലേ, മുഹമ്മദ് രാമന്തലി എന്തോ ഓഫർ ചെയ്തു, അതൊക്കെ വെറുതെ പറഞ്ഞോ. നൗഷാദ് ഒന്നും ഒരിക്കലും ഓഫറിൽ വെക്കുന്ന ആളല്ല. അങ്ങനൊന്നും ആരും കണ്ണൂര് പറയരുത്. അതുകൊണ്ട് കൂടുതൽ കളിച്ചാൽ എല്ലാം പുറത്തു വിടുന്ന പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് നൗഷാദെ, ഏതായാലും നിങ്ങളെ AP-ക്കാർ ഈ രീതിയിലാക്കുന്നുണ്ടെങ്കിൽ ഇജ്ജ് മശായിക്കന്മാരോട് ഒന്നും കൂടെ സമ്മതം ചോദിക്കേ. ഇജ്ജ് സമ്മതം ചോദിച്ചാൽ ഒരു സമ്മതം തരുവാടാ. ഇജ്ജ് ചോദിക്കും മശായിക്കരോട്, ചോദിക്കേ. നമ്മളില്ലാണ്ടാക്കാനല്ലേ. അതുകൊണ്ട് നമുക്കത് ഒന്നാട് പുറത്തു വിടാന്ന് പറയും. അപ്പൊ മിക്കവാറും സമ്മതം കിട്ടും. നമുക്കൊന്ന് പുറത്തു വിട്ട് AP-ക്കാരെ ഇതാക്കണം. നൗഷാദ് ഇജ്ജ് ഇറങ്ങടാ, ഇറങ്ങി എടാ വട്ടൂരിയെ തലക്ക് വെളിവില്ലാത്തവനെ. എടാ ഇജ്ജൊരു കാര്യം ചിന്തിക്കണം. അന്നോടൊക്കെ മറുപടി പറയാന്ന് വെച്ചാല് വേണ്ട നേരുന്ന പലപ്പോഴായിട്ട് പിന്നെ ഇജ്ജെന്നോട് പറയിപ്പിക്കണം. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര അത് വലിയ സ്വീകരണങ്ങളാണ് ഇപ്പൊ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ഞെട്ടി പോവാണ്. മലപ്പുറത്തൊക്കെ 2 സ്വീകരണം കണ്ടു അല്ലേ? അരീക്കോടും തിരൂരൊക്കെ ജനാവലി എന്താ പറയുക, ഇവന്മാർ എത്ര കണ്ടിട്ട് എന്ത് ചെയ്തിട്ട് എന്താ, പക്ഷെ ഒരു രക്ഷയില്ല. അതേപോലെ കുറെ ലീഗരെ പിന്നാലെ നടന്നു, AP-ക്കാർ അങ്ങനെ ഇങ്ങനെ. അതേപോലെ നമ്മളെ ജബ്ബാറാജിക്ക് പിന്നാലെ AP-ക്കാർ തോൽപ്പിക്കാൻ വേണ്ടി പദ്ധതി എടുത്തു, പണിയെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജബ്ബാറാജി AP-ക്കാർ ഈ കേരള യാത്രയുടെ വേദിയോട് വന്നിട്ട് മൂപ്പരൊരു പ്രസംഗം എന്തേ പറഞ്ഞത്, ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നു. അതേപോലെ മുസ്ലിം ലീഗിന്റെ മറ്റുള്ള പല പ്രകടനം കേരളത്തിൽ അഭിവാദ്യം വിളിച്ചുകൊണ്ട് AP ഉസ്താദ് ഇങ്ങനെ കേരളത്തിൽ നടന്നു പോകുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രകടനം അതൊക്കെ ഇങ്ങനെ കാണാൻ നമ്മളല്ലേ. അപ്പോ ഇനി ഒരിക്കലും AP വിഭാഗത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ഒരിക്കലും ലീഗർ പറയണം. അവർക്ക് എല്ലോ സഹായം ചെയ്തു കൊടുക്കും, അവര് ഞങ്ങളെ മിത്രങ്ങളാണെന്നാണ് ഇത്ര ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സന്തോഷമുള്ളൂ. അപ്പൊ നൗഷാദ് ഇവരെ തമ്മിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ആ പണി നടന്നിട്ടില്ല. അപ്പൊ പുതിയ ഓരോ ടൈപ്പേറ്റ് വന്നിട്ടുണ്ട്. അരീക്കോട് കേരള യാത്രയുടെ സ്വീകരണ പരിപാടി ഉണ്ടായല്ലോ. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ദിവസമായിട്ട് ആ ഭാഗത്ത് എവിടെ ഈ വട്ടൂരികളിൽ പരിപാടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്തോ ഒരു പോസ്റ്റർ സഖാഫികളുടെ ഏതൊരു ഗ്രൂപ്പിൽ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നടന്ന കുറച്ച് ചർച്ചകൾ, അപ്പോ അത് എടുത്തുകൊണ്ടാണ് ഇപ്പോ ഈ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നൗഷാദിന് ചെറിയോത് കിട്ടിയാൽ അത് ഭയങ്കര വിപുലാക്കുന്ന ആളാണ്. എന്നിട്ട് ഓൻ പറയാം ഇത് ചെറിയൊരു ഡോസാണ്, ഇതിനും വലുത് പറയാണ്ട്. എന്തായാലും ഇത് പറയണം. എനിക്ക് അതിനിടക്ക് ഈ കേൾപ്പിക്കാനുള്ള എന്താ അറിയോ, നമ്മളെ ഗ്ലോബൽ വില്ലേജ് ഔലിയ ഉണ്ടല്ലോ, ഒമാട്ടർ അബ്ദുള്ള, ഓൻ ഗ്ലോബൽ വില്ലേജിൽ പോയ ആ വിഷയത്തെ കുറിച്ച് നമ്മളെ കുഞ്ഞാമത് പറയുന്നുണ്ട്. അതാണ് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത്. അപ്പൊ ഞാൻ അത് കേൾപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം AP വിഭാഗം ഒരാളിൽ നെഞ്ഞത്തേക്ക് പോയി കയറില്ല. ഇങ്ങോട്ട് വന്നാൽ തന്നെ അവിടെ ഒഴിഞ്ഞു മാറി നിൽക്കലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ കുരുവട്ടൂരികളുടെ വിഷയത്തിലും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മളെ ഉസ്താദ്മാരും ആരും ഇവരുടെ പരിപാടി എന്താ, സ്ഥിരം AP-ക്കാർക്കെതിരെ തരത്തിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക. ഇവരുടെ ബാക്കിലുള്ള ആ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എന്താണ്, AP സംസ്ഥക്കെതിരെ എന്നതായിരിക്കും അവരുടെ ഒരു ഇതന്നെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഈ AP വിഭാഗത്തിലുള്ള ഉസ്താദന്മാരെ തെറിയും പറഞ്ഞ് നടക്കുകയാണ് ഇവരുടെ പരിപാടി.
ഉസ്താദുമാർ ആരും ഇത് ശ്രദ്ധിക്കാറില്ല, അവരാരും ഒന്നും പറയാറില്ല. പിന്നെ പോലത്തെ വല്ല പ്രവർത്തകരും അവർക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ വല്ല സ്പേസ് ഉണ്ടാവും, അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ട് ഒരുപാട് കാണുമ്പോൾ ഒന്ന് പ്രതികരിച്ചു പോകും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പൊ അവിടെയും കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ അതിന് വല്ല പദ്ധതി അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ നൗഷാദിനോട് എനിക്ക് പറയാനുള്ളത്, അതിന് നിയമപാലകരെ ഏൽപ്പിക്ക്, അത് വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്ക്. ഇങ്ങനെ പൊതുവേദിയിൽ വന്ന് പറയുന്നത് എന്നിട്ട് അവരോട് കുടുംബം അടക്ക് വിളിച്ചു പറഞ്ഞാൽ പോരെ. ഇവിടെ ദുബായിൽ മർക്കസ് പൊട്ടിയ സമയത്തല്ലേ ഇത് പറഞ്ഞ, അതേമാതിരി ഉണ്ടായതിനു ശേഷം അങ്ങോട്ട് പറഞ്ഞാൽ പോരാ എനിക്ക്. ദുബായിൽ മർക്കസ് പൊട്ടിയല്ലോ, അതിന് ശേഷമല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലേ കുഞ്ഞായ്മത്. അതേമാതിരി സംഭവം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ, അവര് കൂട്ടിന് അതിന് ശേഷം പറയാം. അത് നല്ലൊരു കാര്യമാണ് അല്ലേ. ഇനി ഇവന്മാരെ പദ്ധതി എന്തായാലും ഇവരെ പരിപാടി എന്താ വെച്ചാൽ AP വിഭാഗത്തിനെതിരെ തെറി പറഞ്ഞ് നടക്കലാണ്. അപ്പൊ പല പ്രവർത്തകരും ഇവരെ പ്രതിരോധിക്കും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് മുന്നിൽ കാണുന്നത് എന്ത് ചെയ്യും, ഈ കോമാട്ടർ അബ്ദുള്ള ഓരോ കോലത്തിൽ ഉണ്ടാവും. അപ്പൊ ഇത് മശായിക്കന്മാരെ പണിയല്ല, ഇവൻ മുറബിയ ഷെയ്ഖല്ല, ഇവന്റെ നിലപാട് ഇങ്ങനെയാണ്. ഇവൻ ഗ്ലോബൽ വില്ലേജിൽ ഊഹിച്ചിട്ടുണ്ട്, ഇവന്റെ പെണ്ണുങ്ങൾ ആ രീതിയിലാണ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ, ഇതൊന്നും ഒരു മശായിക്കിന് പറഞ്ഞതല്ല എന്ന് പൊതുസമൂഹത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധാരണ പ്രവർത്തകർ അവിടുത്തെ അടുത്ത് കൂടിയുന്നത്, അല്ലാതെ ഓരത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ കുഞ്ഞായ്മതിന്റെ പ്രസംഗം തന്നെ ഞാൻ കേൾപ്പിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ, അവരുടെ കുടുംബം, അവരുടെ മക്കൾ, അവരൊക്കെ കുറച്ചു സമയം ഇമാറാത്തിൽ UAE ദുബൈയിൽ താമസിച്ചിരുന്നു. ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗുരുവര്യർ ദുബൈയിലേക്ക് ചെന്നപ്പോ ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമം തന്നെയല്ലേ എന്റെ പേരിന്റെ അർത്ഥം തന്നെ. ആ ഗ്ലോബൽ വില്ലേജിലേക്ക് അവിടെ എല്ലാ രാഷ്ട്രങ്ങളുടെയും ഓർഗാനിക് വസ്തുക്കൾ കിട്ടുന്ന സ്ഥലമാണ്. അതിൽ ഒരു വസ്തു വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ അങ്ങോട്ട് കടന്നുപോയപ്പോ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യരുടെയും അവരുടെ സഹധർമ്മിണിയുടെയും അവരുടെ ചെറിയ പ്രായമുള്ള മക്കളുടെ വരെ വീഡിയോകൾ, ഫോട്ടോകൾ ഇവർ പകർത്തുകയാണ്. ആ പകർത്തുന്ന സമയത്ത് അതിന്റെ പേരിൽ ഇപ്പോൾ 3 ആഴ്ചയിലേറെയായി ദുബൈയിൽ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ പ്രതി അയാൾ അത് എടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുന്ന വാക്കെന്നറിയോ, ആരാ വരുന്നതെന്നറിയോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഗുരുവര്യരെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, പെരുന്നാളിന് ശേഷം കാന്തപുരത്തെയും പേരോടിനെയും ഒക്കെ കൃത്യമായ രൂപത്തിൽ ആശയപരമായി ഞങ്ങൾ ഇരുത്തേണ്ടത് തീർക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വ്യക്തികളോടുള്ള പ്രശ്നമല്ല, ആദർശപരമായി ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞപ്പോ അത് വോട്ട് ചെയ്തുകൊണ്ട് ഈ എടുക്കുന്ന വിദ്വാൻ പറയുന്ന വോയിസ് ഇന്നും എല്ലാവർക്കും ലഭ്യമാണ്. എന്താ പറഞ്ഞത്, കാന്തപുരത്തെയും പേരോടിനെയും ഒക്കെ ഇരുത്തേണ്ടടത്തിരുത്തുമെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ നടക്കുന്നത്, ഡാൻസ് കണ്ട് നടക്കുകയാണ് എന്ന ശുദ്ധമായ കളവ്. അത് കളവാണോ അല്ലേ എന്നുള്ള വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. ഗ്ലോബൽ വില്ലേജിൽ എന്തിനാണ് പൊതുവെ പോകാറുള്ളത്, അത് എന്ത് മേടിക്കാനെന്നാ പറഞ്ഞത്, ഓർഗാനിക്. ആ ഓർഗാനിക് എന്തിനാന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ സാധാരണക്കാരൊക്കെ പോണാണ്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഒരു മുറബിയായിട്ടുള്ള ഷെയ്ഖ്, ഇവർ പറയുന്നത് അയാൾ വലിയാണ്, ഷെയ്ഖാണ്, അയാൾ കറാത്ത് പോലും ചെയ്യാത്ത അങ്ങനത്തെ ആളുകളായിരിക്കും വലിയ ഷെയ്ഖന്മാര് അല്ലെ. അവര് സുന്നത്തായ കാര്യങ്ങൾ, അതുപോലെ ഫർളായ കാര്യങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് അതിലേക്ക് അത്രയും ലയിച്ച ആൾക്കാരേക്കാരം ഇത് മുറബിയായിട്ടുള്ള ഷെയ്ഖ്. ഇവിടെ ഇപ്പൊ ഈ പറയുന്ന കോമാടൻ അബ്ദുൽ വിഭാഗ് അദ്ദേഹത്തെ ഒരു കാലത്ത് അംഗീകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്തുന്ന പല രീതിയിലുള്ള കളികളും കണ്ടു. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. അതിനാണ് ഈ കോമാടൻ അബ്ദുള്ള നമ്മളെ പ്രസ്ഥാനത്തിനെതിരെ വരുന്നത്. അപ്പോ ഇവന്റെ ശരിക്കുള്ള പിന്നെ എന്താണ് ഇവൻ എന്നുള്ളത് ശരിക്കും അവിടെ കാണുകയാണ്. അപ്പൊ ഇവരെ ഈ കുരുവട്ടൂരികൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഈ കോമാട്ടർ അബ്ദുള്ളാനെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് കണ്ടത് ഒരു പ്രവർത്തകൻ. അവനത് അപ്പൊ തന്നെ വീഡിയോ എടുത്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തു. ഇത് ഇവർക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കിക്കൂടി. ഏറ്റവും കൂടുതൽ കുരുവട്ടൂരികൾക്ക് ക്ഷീണം ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. നാട്ടിലെത്തിയാലും ഒരു കോലം, വലിയ ഷെയ്ഖും മഷായിക്കൊക്കെ കാരം, പക്ഷെ അവിടുത്തെ കുട്ടാലും മറ്റൊരു കോലം. അപ്പൊ ഇവന്റെ തനി നിറം ഇതാണ് എന്നുള്ളത് പൊതുസമൂഹം അന്നത്തെ വീഡിയോയിലൂടെ കണ്ടു. അപ്പൊ അമ്മമാർക്ക് അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അങ്ങനെ അമ്മമാർ എന്ത് ചെയ്ത് ആ ആളെ കുടുക്കി. കാരണം ഇവിടെ ഒരു നിയമമുണ്ട്, ഒരാൾക്ക് സമ്മതം ഇല്ലാതെ അയാൾ ഫോട്ടോ വീഡിയോസ് ഒന്നും പകർത്താൻ പാടില്ല. ആ ഒരു നിയമം ഇവിടെ ഉണ്ട്. ആ നിയമത്തിൽ നിന്നിട്ട് എന്ത് ചെയ്ത് അയാളെ പിടിച്ചു. അയാൾ എന്ത് ചെയ്താണ്, കോമാട് എന്ന് പറഞ്ഞൊരു ഷെയ്ഖ് യഥാർത്ഥത്തിൽ മഷായിക്കല്ല, അയാൾ കള്ളനാണെന്ന് അറിയിക്കാനാണ് അയാൾ വീഡിയോ എടുത്തത്. കാരണം ആ വീഡിയോ പുറത്ത് വന്നെങ്കിലുള്ളൂ പൊതുജനങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ, വിശ്വാസികൾക്ക് അത് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്ത് ആ വീഡിയോയിൽ അയാൾ പെണ്ണുങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ആ വിഷയം പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അയാളെ പൊക്കി. ഇനി ബാക്കി കൂടി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യരുടെ ഫോട്ടോ, ഞങ്ങളുടെ ഗുരുവര്യരുടെ കുടുംബങ്ങളുടെ ഫോട്ടോ അത് വീഡിയോ ആക്കി, അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. നിയമപരമായി ഞങ്ങൾ അതിന് നേരിട്ടു. UAE-യിലെ നല്ലവരായ ഉത്തരവാദപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ക്രിയാത്മകമായി ഇടപെട്ടു. അദ്ദേഹം നാട്ടിലേക്ക് കടന്നു വരാൻ ശ്രമം നടത്തുമ്പോ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇപ്പോ UAE-യിലൊക്കെ ഒരാളെ സമ്മതമില്ലാതെ ഫോട്ടോ എടുത്താല് അല്ലെങ്കിൽ വീഡിയോ എടുത്താല് അത് നിയമവിരുദ്ധമാണ്. അപ്പൊ അതിനെതിരെ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താല് ഓൽക്കത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഓലെ അറസ്റ്റ് ചെയ്യും. അവിടുത്തെ നിയമമാണ്.
അതുപോലെ അദ്ദേഹം ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് തെളിഞ്ഞു. അപ്പൊ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും ബാക്കിയും കൂടി ഓൻ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഗ്ലോബൽ വില്ലേജ് അവസാനം ആ ചെറിയ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മാനസികാവസ്ഥ ആ കുട്ടിയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്ത് ലൈംഗിക ചുവയോടുകൂടെയുള്ള കമാൻഡുകൾ നൽകി ആ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ദുബൈയിലാണ് ആ കുട്ടി പഠിച്ചിരുന്നത്. പിന്നെ ആ കുട്ടിയെ ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിച്ച് ഇവിടെ കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി ആ കുട്ടിയുടെ മനസ്സ് പാകപ്പെടുത്താൻ കൗൺസിലിംഗ് വരെ നടത്തേണ്ടി വന്നു. അയാൾ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അതിലുള്ള ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് അത് ലൈംഗിക ചുവയോടുകൂടി ഇവര് ഇട്ടു എന്നൊക്കെ അവൻ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ഇതൊക്കെ അവൻ പറഞ്ഞു കേട്ടിട്ട് ആ കുട്ടികളെ ഞാൻ ആരെങ്കിലും കാണുമ്പോൾ ആ രീതിയിലല്ലേ കാണുള്ളൂ. ഇങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആരും കാണാം. അവര് വരുന്ന ഒരു വീഡിയോസ് എടുത്ത് കാണിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലാണ് ഇവർ ഈ വലിയ മശായിക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴും അയാളെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. അപ്പൊ ഇവരെ എന്നോ നമ്മളെ സംഘടന ഇയാളെ പുറത്താക്കാൻ തന്നെ കാരണം എന്താണ്? ഇനി ഇത് മാത്രമല്ല, ഇവന്മാരെ കള്ളക്കളി വേറെയും കുറെ ഉണ്ട്. ഇവിടെ മിറാക്കിൾ ബാത്ത് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ ചങ്ങായി ഒരു പെണ്ണ് കേസിലകത്തായി കിടക്കണിപ്പോ. ആ ചങ്ങായി ഇവന്മാരെ സ്വന്തം തുണക്കാരനായിരുന്നു. അയാൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടിരുന്നു, ഒരു ലൈവ് 1 മണിക്കൂറിന് മേലുള്ള ഒരു ലൈവ്. ഞാൻ ഒരു ദിവസം കേട്ടായിരുന്നു. ഫസ്റ്റില് മറ്റൊരാൾ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാൻ കേട്ടത്. അതിൽ വളരെ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ വട്ടൂരികൾക്കെതിരെ, നൗഷാദിനെതിരെ, അതുപോലെ കോമാർ അബ്ദുള്ളനെതിരെ, അതുപോലെ തന്നെ മീനങ്ങാടി സുലൈമാനെതിരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോക്ക് താഴെ കമന്റിൽ വരെ പല രീതിയിൽ ഇജ്ജ് എങ്ങനെ ഇയാളെ കുറിച്ച് വീഡിയോ ചെയ്യണം, ഇയാൾ അങ്ങനെ ആളാണ്, ഇയാൾ മുങ്ങി നടക്കുകയാണ്, ഇയാൾക്കെതിരെ പോലീസ് കേസുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ വട്ടൂരികൾ താഴെ കമന്റ്. അപ്പൊ ഞാൻ കരുതിയത് ഇവർക്ക് ആർക്കും ഇയാളെ കുറിച്ച് അറിയില്ല എന്നാ. അപ്പൊ ഇവർക്ക് വ്യക്തമായിട്ട് ഇയാളെ അറിയാം. ഇവരൊപ്പം ഉണ്ടായിരുന്ന ആളാ. ഇവരെ പല പരിപാടി ഇവർക്കുണ്ട്. അതിനൊക്കെ ഇവരൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവര് തമ്മിൽ പിന്നെ എന്തോ പ്രശ്നം ഉണ്ടായതാണ്. അപ്പൊ ഇവൻ ഇവർക്ക് എതിരെ സംസാരിക്കാം. നോക്കി നിങ്ങള്. അങ്ങനെ നമുക്ക് അയാളെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ശരിക്ക് ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മിറാക്കിൾ ബാത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എപ്പോഴും അയാൾ ജയിലിലാണെങ്കിൽ അയാളുടെ ചാനൽ കാണാം. അയാൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടോക്കളെ. അതിന് ചില വീഡിയോകളൊക്കെ അതിനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് വരും. അപ്പൊ എന്തെങ്കിലും ഇപ്പോൾ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അന്ന് അയാളൊരു വോയിസ് എടുത്തിട്ട് വന്നതോടുകൂടി ഇവർക്ക് ഭയങ്കരമായിട്ട് കരിപ്പ് കൂടി. കാരണം എന്താണ്, അയാൾ ആ പറയുന്ന കാര്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഇവർ മൊത്തം നാറുന്നല്ല, കുറെ ആൾക്കാർ അകത്ത് പോകേണ്ടി വരും. ഇപ്പൊ നൗഷാദിന്റെയും കുഞ്ഞാമിന്റെ അബ്ദുസമീന്റെ ഒക്കെ വരെ ഈ ടീമിന്റെ വട്ടൂരികളുടെ പരിപാടി എന്താ അറിയോ? പൊതുവെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുക, BJP സുഖിപ്പിക്കുക. ഈ അടുത്ത് അതാണല്ലോ ഈ ന്യൂനപക്ഷ മോർച്ചക്കൊക്കെ ഈ സാവിയത്ത് സൂഫിയര് സ്വീകരണം കൊടുത്തത്. അതുപോലെ തന്നെ കുഞ്ഞായ്മത് ആ രീതിയിൽ പ്രസംഗിച്ചത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് BJP-കാർക്ക് വലിയ ആയുധമായി. അവര് ആ വീഡിയോ എടുത്തു കൊണ്ടുപോയിട്ടാണ് ഇവിടെ അവരുടെ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ നടത്തിയത്. ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണണ്ടായി ആ വീഡിയോസ്. വലിയ കണക്കിന് വ്യൂസ് ആണ് ഇതൊക്കെ. നോക്ക് നിങ്ങൾ, അത്രയും ആളുകൾക്ക് ഇവന്റെ പ്രചരണം എത്തി. ആ BJP-നെ പോലും സപ്പോർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ? AP വിഭാഗത്തെ ഒതുക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. പല പദ്ധതികൾ ഇവർ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഇത് മറ്റുള്ളവർക്കെതിരെ ആരോപിക്കാം. അതാണ് ഈ നൗഷാദ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ AP വിഭാഗത്തെയും AP വിഭാഗത്തിന്റെ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ഇവരെ ഏറ്റവും വലിയ തലവേദന ഞങ്ങളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മുന്നിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇതുപോലെ തെളിവ് സഹിതം കൊടുത്ത് കുട്ടികൾ വരും. അപ്പൊ എന്താണ്, അത്തരക്കാർക്കെതിരെ പല രീതിയിൽ ഇവർ പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. വല്ല പിശാജ്, അതുപോലെ ശൈത്താന്, അതുപോലെ മാരണം, എന്തൊക്കെ പല പരിപാടികൾ നമ്മൾ ഉസ്താദന്മാരും പല രീതിയിൽ ഇവരെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട്. ആ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ ഒതുക്കും. അതല്ല നിയമപരമായിട്ട് വല്ല ഇതുണ്ടോ നോക്കിയെടുക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവന്മാർ കൊടുക്കുന്നതൊന്നും യേശുന്നില്ല. കാരണം ഒക്കെ കള്ളക്കേസാണ്. അപ്പൊ ആ കള്ളക്കേസിലൊന്നും ഇപ്പൊ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇനിയും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്താണ്, ഹവാല, പിന്നെ വേറെ എന്തൊക്കെയായിട്ട് കുറെ സംഗതിയായിട്ട് വന്നിട്ടുണ്ട്, സ്വർണം കടത്തല്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവന്മാർ ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പൊ കുഞ്ഞായ്മത് ഇപ്പൊ അടുത്ത് ഗൾഫിൽ വന്ന് പോയിരുന്നു. ഓനെ എവിടെയൊക്കെ എന്തൊക്കെ കയറ്റി വെച്ചിട്ടാ പോയിക്കണമെന്ന് അറിയില്ല. അവിടെ എത്തിയതിനു ശേഷം ഇത് വേറുള്ളവർക്കെതിരെ ആരോപിക്കുന്നു കാണാണ്ട്. ഇതൊന്നല്ല, ഇനിയും കുറെ പറയാനുണ്ട്. എന്തായാലും ഇത്രക്കാരെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടത് നിർബന്ധമാണ്. അതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.